നമസ്കാരം. ബംഗ്ലാദേശ് അതിർത്തിയിലെ നിലവിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ ഇന്ത്യൻ സർക്കാർ 5-അംഗ കമ്മിറ്റി രൂപീകരിച്ചിരിക്കുകയാണ്. ഇന്ത്യ ബംഗ്ലാദേശ് ബോർഡർ അതീവ ജാഗ്രതയിലാണ്. 1000-ഓളം അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് കടക്കാൻ ശ്രമിച്ചതോടെയാണ് ശക്തമായ നീക്കങ്ങളിലേക്ക് ഇന്ത്യ നീങ്ങുന്നത്. ഇന്ത്യൻ പൗരന്മാരുടെയും ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ളവരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിന് കമ്മിറ്റി ബംഗ്ലാദേശിലെ അവരുടെ അധികാരികളുമായി ആശയവിനിമയ ചാനലുകൾ പരിപാലിക്കുമെന്നും വിവരമുണ്ട്. ഈസ്റ്റേൺ കമാൻഡ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് അഡീഷണൽ ഡയറക്ടർ ജനറൽ രവി ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയിൽ ഒരു ഇൻസ്പെക്ടർ ജനറൽ, അതേപോലെ തന്നെ BSF ഫ്രോണ്ടിയർ HQ സൗത്ത് ബംഗാൾ IG, അതേപോലെ BSF ഫ്രോണ്ടിയർ HQ ത്രിപുര, ഇവിടെ നിന്നെല്ലാം അംഗങ്ങളുണ്ട്. ഈസ്റ്റേൺ കമാൻഡിലെ BSF അഡീഷണൽ ഡയറക്ടർ ജനറലാണ് 5-അംഗ സമിതിയുടെ ചെയർമാൻ. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ നിലവിലെ സ്ഥിതിഗതികൾ നിരീക്ഷിക്കാൻ സമിതി രൂപീകരിച്ചത് വളരെ പ്രാധാന്യത്തോടെ വേണം നോക്കിക്കാണാൻ. ശരിക്കും പറഞ്ഞാൽ പശ്ചിമ ബംഗാളിലെ കുച്ച്ബഹാർ ജില്ലയിലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഓഗസ്റ്റ് 9-ന് അതിർത്തി രക്ഷാ സേന ഒരു സുപ്രധാന സംഭവമാണ് വിജയകരമായി നിയന്ത്രിച്ചത്. ബംഗ്ലാദേശ് പൗരന്മാർ എന്ന് പറയപ്പെടുന്ന 1000-ഓളം വ്യക്തികളാണ് ഇന്ത്യയിൽ അഭയം തേടി അന്താരാഷ്ട്ര അതിർത്തിയെ സമീപിച്ചത്. വലിയ സംഘത്തെ കണ്ടെത്തിയതിനെ തുടർന്ന് സംഘർഷം വർദ്ധിപ്പിക്കാതെ സാഹചര്യം കൈകാര്യം ചെയ്തു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ത്യയുടെ സിവിൽ അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ള പിന്തുണയ്ക്കൊപ്പം BSFന്റെ ദ്രുത പ്രതികരണം സമാധാന അന്തരീക്ഷം നിലനിർത്തുന്നതിനും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുന്നതിന് ഇടയാക്കുകയും ചെയ്തു. നമുക്കറിയാം, ബംഗ്ലാദേശ് ചരിത്രപരമായ ഒരു വഴിത്തിരിവിലാണ്. ആഴ്ചകൾ നീണ്ട സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ ഷെയ്ഖ് ഹസീനയെ താഴെയിറക്കിയിരുന്നു. ഷെയ്ഖ് ഹസീന രാജിവെച്ചതിനു ശേഷം ധാക്കയിലെ ഷെയ്ഖ് ഹസീനയുടെ ഔദ്യോഗിക വസതിയിൽ വലിയ ജനക്കൂട്ടമാണ് ഇരച്ചു കയറിയത്. അപ്പോൾ എങ്ങനെയാണ് ഈ പ്രതിഷേധങ്ങൾ ആരംഭിച്ചത് എന്നതുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ജോലികളിലെ ക്വാട്ട നിർത്തലാക്കണമെന്ന സർവകലാശാല വിദ്യാർത്ഥികളുടെ സമാധാനപരമായ ആവശ്യങ്ങളെ തുടർന്നാണ് ജൂലൈ ആദ്യം പ്രതിഷേധം ആരംഭിച്ചത്. ക്വാട്ട സംവിധാനം വിവേചനപരമാണെന്നും പുനഃപരിശോധന ആവശ്യമാണെന്നും പ്രചാരകർ വാദിച്ചിരുന്നു. അവരുടെ അഭ്യർത്ഥന വലിയ തോതിൽ നിറവേറ്റപ്പെട്ടെങ്കിലും പ്രതിഷേധം ഉടൻ തന്നെ വിപുലമായ സർക്കാർ വിരുദ്ധ പ്രസ്ഥാനമായി രൂപാന്തരപ്പെട്ടു. പ്രസ്ഥാനം വികസിച്ചപ്പോൾ ഏറ്റുമുട്ടലുകളും തുടർന്നു. അശാന്തിയിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ആവർത്തിച്ച് ഇന്റർനെറ്റ് ആക്സസ് വിച്ഛേദിച്ചു എന്നും പറയുന്നുണ്ട്. രാജ്യവ്യാപകമായി കർഫ്യൂ ഏർപ്പെടുത്തിയത്രേ. തനിക്കെതിരെ പ്രകടനം നടത്തുന്നവരെ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്ന തീവ്രവാദികൾ എന്ന് വിശേഷിപ്പിച്ചുവെന്നാണ് പ്രചാരകർ പറയുന്നത്. എന്നാൽ നിസ്സഹകരണം എന്ന ക്യാമ്പയിൻ പിടിമുറുക്കിയത് വലിയ വഴിത്തിരിവിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചത്. സംഘർഷം കൂടുതൽ രക്തച്ചൊരിച്ചിലേക്ക് നയിച്ചേക്കാമെന്ന ഭയം വലിയ രീതിയിലായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ബംഗ്ലാദേശിൽ വളരെ കാലമായി അതൃപ്തി നിലനിന്നിരുന്നു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇത് പെട്ടെന്നുണ്ടായ ഒരു അക്രമമല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. 170 ദശലക്ഷം ആളുകൾ വസിക്കുന്ന ദക്ഷിണേഷ്യൻ രാഷ്ട്രം ലോകത്തിലെ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിലൊന്നാണെങ്കിലും വളർച്ച യൂണിവേഴ്സിറ്റി ബിരുദധാരികൾക്ക് ജോലിയായി മാറിയിട്ടില്ല എന്നാണ് വിമർശകർ പറയുന്നത്. ഏകദേശം 18 ദശലക്ഷത്തോളം ബംഗ്ലാദേശി യുവാക്കൾ ജോലി അന്വേഷിക്കുന്നുണ്ട് എന്നും യൂണിവേഴ്സിറ്റി ബിരുദധാരികൾ അവരുടെ വിദ്യാഭ്യാസം കുറഞ്ഞ സഹപാഠികളെക്കാൾ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്ക് അഭിമുഖീകരിക്കുന്നുവെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. വസ്ത്ര കയറ്റുമതിയുടെ ശക്തി കേന്ദ്രമായി ബംഗ്ലാദേശ് മാറിയിരുന്നു. ഏകദേശം $40 ബില്യൺ വസ്ത്രങ്ങൾ ആഗോള വിപണിയിൽ രാജ്യം വിറ്റു. ഈ മേഖല 4 ദശലക്ഷത്തിലധികം ആളുകൾക്ക് തൊഴിൽ നൽകി. അവരിൽ പലരും സ്ത്രീകളാണ്. എന്നാൽ ഫാക്ടറി ജോലികൾ ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് പര്യാപ്തമായിരുന്നില്ല അത്. അതുകൊണ്ടാണ് സർക്കാർ ജോലികളിലെ ക്വാട്ടകൾ പോകണമെന്ന്, അത് വേണ്ട എന്ന് അവർ ആഗ്രഹിച്ചത് എന്നും പറയപ്പെടുന്നു. കാരണം അവർക്ക് കൂടുതൽ ജോലി ഉണ്ടാകേണ്ടത് അനിവാര്യമായ ഒന്നാണ്. സുപ്രീം കോടതി ക്വാട്ട റദ്ദാക്കിയതിനു ശേഷവും പ്രതിഷേധം വിദ്യാർത്ഥികൾക്ക് പുറത്തേക്ക് വ്യാപിച്ചു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ക്രൂരമായ അടിച്ചമർത്തൽ ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെതിരെ കൂടുതൽ രോഷം അഴിച്ചുവിട്ടിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ ഭരണം ബംഗ്ലാദേശിനെ പുതിയ റോഡുകൾ, പാലങ്ങൾ, ഫാക്ടറികൾ, ഒരു മെട്രോ റെയിൽ എന്നിവയിലൂടെയൊക്കെ മാറ്റിമറിച്ചു. എന്നാൽ വ്യാപകമായ അഴിമതി ആരോപണങ്ങളും പിന്നാലെ ഉണ്ടായിരുന്നു. മുൻ സൈനിക മേധാവി, മുൻ പോലീസ് മേധാവി, മുതിർന്ന നികുതി ഉദ്യോഗസ്ഥർ, സംസ്ഥാന റിക്രൂട്ട്മെന്റ് ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ ഷെയ്ഖ് ഹസീനയുടെ ചില മുൻ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരായ അഴിമതി ആരോപണങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് സമീപ മാസങ്ങളിൽ ബംഗ്ലാദേശിലെ സോഷ്യൽ മീഡിയയിൽ ആധിപത്യം പുലർത്തിയത്. ദശലക്ഷക്കണക്കിന് ഡോളർ സമ്പാദിച്ചതിന് മുൻ പോലീസ് മേധാവി ബനസീർ അഹമ്മദിനെതിരെ അഴിമതി വിരുദ്ധ കമ്മീഷൻ അന്വേഷണം ആരംഭിച്ചിരുന്നു. ആരോപണങ്ങൾ അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്തത്. പക്ഷേ അതൊന്നും തേഞ്ഞുമാഞ്ഞു പോയില്ല എന്നാണ് പറയുന്നത്. അഴിമതി നേരിടുമെന്ന് ഷെയ്ഖ് ഹസീന വാഗ്ദാനം ചെയ്തെങ്കിലും കാര്യങ്ങൾ ശരിയായി വന്നില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. വർദ്ധിച്ചു വരുന്ന ജീവിത ചെലവിനോട് മല്ലിടുന്ന സാധാരണ ബംഗ്ലാദേശികളെ പറ്റി ചിന്തിക്കേണ്ടത് ആവശ്യമാണെന്നാണ് ഒരു പക്ഷം പറയുന്നത്. ഷെയ്ഖ് ഹസീനയുടെ ജനാധിപത്യ പ്രവർത്തനത്തിനുള്ള ഇടം ചുരുങ്ങിയിരുന്നു എന്നും വിമർശകർ പറയുന്നുണ്ട്. വിയോജിപ്പ് അടിച്ചമർത്തുക, മാധ്യമങ്ങളെയും സർക്കാർ വിമർശകരെയും നിശബ്ദരാക്കുക, തങ്ങളുടെ ശക്തരായ വിമർശകരെ ജയിലിലടയ്ക്കുകയോ അപ്രത്യക്ഷമാക്കുകയോ ചെയ്യുന്നുവെന്നാണ് വിമർശകർ പറയുന്നത്.
മന്ത്രിമാരൊക്കെയും ആരോപണങ്ങൾ നിഷേധിക്കുമ്പോഴും ജനം സർക്കാരിന് എതിരായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. സർക്കാരിനും ഭരണകക്ഷിക്കുമെതിരായ രോഷം വളരെ കാലമായി കുമിഞ്ഞുകൂടിയതാണ്. ആ കുമിഞ്ഞുകൂടിയ രോഷമാണ് ഇപ്പോൾ ഈ വലിയ കലാപത്തിലേക്കടക്കം നയിച്ചത് എന്നതാണ് മനസ്സിലാക്കേണ്ടത്.